കേരളത്തിന്റെ തീരങ്ങളിൽ അലയടിക്കുന്ന തിരമാലകൾക്കൊപ്പം ഇവിടെ ഉദയം കൊണ്ടൊരു ശബ്ദമുണ്ട്. വിശ്വാസത്തിന്റെ, വിവേകത്തിന്റെ, വിശുദ്ധിയുടെ ശബ്ദം. 100 വർഷങ്ങളുടെ പ്രയാണത്തിനിപ്പുറവും ആ ശബ്ദം മുഴങ്ങുകയാണ്. അത് കേവലം ഒരു സംഘടനയുടെ കഥയല്ല, ഒരു ജനതയുടെ ആത്മവിശ്വാസം വീണ്ടെടുത്തതിന്റെ, പുനർജനിച്ചതിന്റെ ചരിത്രഗാഥയാണ് സമസ്ത. ഈ നാമം കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ അസ്തിത്വത്തോട് അലിഞ്ഞു ചേർന്നിരിക്കുന്നു. ഒരു പ്രസ്ഥാനമെന്നതിലുപരി വിശ്വാസത്തിന് കാവൽ നിന്ന ദീപസ്തംഭവും കാലത്തിന്റെ വെല്ലുവിളികളിൽ ദിശ കാണിച്ച മാർഗദർശിയുമായിരുന്നു അത്. ആദർശവിശുദ്ധി നൂറ്റാണ്ടുകളിലൂടെ. ഇത് കേവലം ഒരു മുദ്രാവാക്യമല്ല, ഒരു മഹാപ്രസ്ഥാനം അതിന്റെ നിയോഗം നിറവേറ്റുന്നതിന്റെ ചരിത്ര സാക്ഷ്യമാണ്. നൂറ്റാണ്ടു മുൻപ് സമൂഹം അനാചാരങ്ങളുടെ ഇരുളിൽ തപ്പിത്തടയുകയും പാരമ്പര്യ വിശ്വാസത്തിന്റെ അടിത്തറ ഇളക്കിയ പുത്തൻ വാദങ്ങൾ വെല്ലുവിളി ഉയർത്തുകയും ചെയ്തപ്പോൾ പണ്ഡിതർ ഒത്തുചേർന്ന് രൂപം നൽകിയ മഹാപ്രസ്ഥാനമാണ് സമസ്ത. 1926 പിറവിയെടുത്ത ആ സംരംഭം ഒരു ആത്മീയ നവോത്ഥാനത്തിന്റെ തുടക്കമായിരുന്നു. വ്യക്തമായ ലക്ഷ്യങ്ങൾ, സുഘടിതമായ ഭരണഘടന, അടിയുറച്ച വിശ്വാസം, അതായിരുന്നു അതിന്റെ കരുത്ത്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ തനതു പാതയിൽ സമുദായത്തെ നിലനിർത്തുക, ഇസ്ലാമിക പ്രബോധനം കാര്യക്ഷമമാക്കുക, അനാചാരങ്ങൾക്കെതിരെ നിലകൊള്ളുക, മുസ്ലിം സമൂഹത്തിന്റെ മതവിദ്യാഭ്യാസ പുരോഗതിക്ക് നേതൃത്വം നൽകുക, അതായിരുന്നു ആ ചരിത്രപരമായ ദൗത്യം. സമസ്തയുടെ ചരിത്രത്തിലെ സുവർണാധ്യായം അത് കുറിച്ച വൈജ്ഞാനിക വിപ്ലവമാണ്. താനൂർ, ഇസ്ലാഹുൽ ഉലൂം പോലുള്ള ആദ്യകാല സംരംഭങ്ങൾ നൽകിയ പാഠങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് സമസ്ത കേരള ഇസ്ലാം മതവിദ്യാഭ്യാസ ബോർഡ് രൂപം കൊണ്ടു. അറിവിന്റെ വെളിച്ചം നിറയ്ക്കുന്ന 10,000-ലധികം മദ്രസകൾ, ജാമിഅ നൂരിയ, നന്ദി ദാറുസലാം, കടമേരി റഹ്മാനിയ, ദാറുൽ ഹുദ എല്ലാം ആ വൈജ്ഞാനിക പ്രയാണത്തിലെ ദീപശിഖകളായി. ഇന്ന് SNEC പോലുള്ള ആധുനിക വിദ്യാസ്ഥാപനങ്ങൾ ആ വൈജ്ഞാനിക പാരമ്പര്യത്തിന് പുതിയ മുഖം നൽകുന്നു. സമസ്തയുടെ അസ്തിത്വത്തിന്റെ കാതൽ തന്നെ ആദർശ പ്രതിരോധമായിരുന്നു. ആശയപരമായ കലർപ്പുകളുടെ മേഘങ്ങൾ മൂടിയ കാലത്ത് പണ്ഡിത നേതൃത്വം സത്യത്തിന്റെ വെളിച്ചം തെളിച്ചു. കണ്ണിയത്ത് ഉസ്താദും ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാരും ആ ധൈഷണിക പ്രതിരോധത്തിന്റെ മുന്നണിയിൽ നിലയുറപ്പിച്ചു. അക്ഷരങ്ങളിലൂടെയും ആ ദൗത്യം തുടർന്നു. അൽ ബയാൻ മാസികയിൽ തുടങ്ങി സുപ്രഭാതം ദിനപത്രമായി പടർന്നു പന്തലിച്ച ആ അക്ഷരവിപ്ലവം ഇന്നും സജീവമായി തുടരുന്നു. സമസ്തയുടെ നിലപാടുകളിൽ എപ്പോഴും പ്രതിഫലിച്ചത് ഇസ്ലാമിന്റെ തനത് സമാധാന സന്ദേശവും അചഞ്ചലമായ രാജ്യസ്നേഹവുമായിരുന്നു. സമസ്ത കേവലം ഒരു മതസംഘടനയല്ല, മറിച്ച് സമൂഹത്തിന്റെ ഗതി നിർണയിക്കുന്ന ഒരു ചിന്താധാരയാണ്. മുഷാവറ എന്ന പരമോന്നത പണ്ഡിത സഭയിലൂടെയാണ് നയപരമായ തീരുമാനങ്ങൾക്കെല്ലാം രൂപം നൽകുന്നത്. സുന്നി ആദർശത്തിൽ അടിയുറച്ചും ഭാരതത്തിന്റെ ഭരണഘടനയെ പൂർണ്ണമായി ഉൾക്കൊണ്ടും സമസ്ത എപ്പോഴും സമാധാനത്തിനും നീതിക്കും വേണ്ടി നിലകൊണ്ടു. സമുദായത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ കോടതികളെയും അധികാരികളെയും സമീപിക്കാനും സമസ്ത മടിച്ചില്ല. ഭീകരവാദം, തീവ്രവാദം തുടങ്ങിയ എല്ലാ വിഘടനവാദങ്ങളെയും സമസ്ത സംശയാതീതമായി തള്ളിക്കളഞ്ഞു. അത് രാഷ്ട്രത്തിന്റെ ഐക്യത്തിനോടുള്ള പ്രതിജ്ഞ കൂടിയായിരുന്നു. യുവത്വത്തിന്റെ ഊർജവും അധ്യാപകരുടെ സമർപ്പണവും പ്രവാസികളുടെ കരുതലുമാണ് ഇന്ന് സമസ്തയെ ഒരു ബൃഹത്തായ ബഹുജന പ്രസ്ഥാനമാക്കി മാറ്റുന്നത്. പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളും ജനറൽ സെക്രട്ടറി പ്രൊഫസർ K ആലിക്കുട്ടി മുസ്ലിയാരും ഈ മഹാപ്രസ്ഥാനത്തിന് സാരഥ്യം വഹിക്കുന്നു. യുവജനങ്ങൾ, വിദ്യാർത്ഥികൾ, അധ്യാപകർ, പ്രവാസികൾ അവരെല്ലാം അണിനിരക്കുന്ന 14 പോഷക സംഘടനകൾ സമസ്തയുടെ കർമ്മവീഥിയിലെ ഊർജ സ്രോതസ്സുകളാണ്. ദുരിതാശ്വാസ വേളകളിൽ, ഭവന നിർമ്മാണത്തിൽ, പ്രളയത്തിന്റെയും മഹാമാരിയുടെയും കാലത്ത് സമസ്തയുടെ പ്രവർത്തകർ സേവനത്തിന്റെ പാതയിൽ മുന്നണിയിലുണ്ടായിരുന്നു. അത് ആദർശവിശുദ്ധിയുടെ പ്രായോഗിക മുഖം കൂടിയായിരുന്നു. ഇന്ന് സമസ്തയുടെ പ്രവർത്തനം കേരളത്തിന്റെ അതിരുകൾ ഭേദിച്ച് ഇന്ത്യയിലെ 14 സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിച്ചിരിക്കുന്നു. 8 വിദേശ രാജ്യങ്ങളിൽ അതിന്റെ നേരിട്ടുള്ള വിദ്യാഭ്യാസ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നു. ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെയാവട്ടെ 30-ലധികം രാജ്യങ്ങളിലേക്ക് ആദർശ പ്രകാശം പ്രസരിക്കുന്നു. ഒരു നൂറ്റാണ്ട് പൂർത്തിയാക്കുമ്പോൾ സമസ്ത ഒരു ചരിത്ര സ്മാരകമല്ല, മറിച്ച് ഒരു ജനതയുടെ ജീവിതത്തിൽ അലിഞ്ഞു ചേർന്ന് ജീവിക്കുന്ന യാഥാർത്ഥ്യമാണ്. സ്ഥാപക നേതാക്കൾ കൈമാറിയ ആ പവിത്രമായ ദൗത്യം ഇന്നത്തെ നേതൃത്വം കൂടുതൽ കരുത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുന്നു.
ആ വിശ്വാസത്തിന്റെ തെളിനീരുറവയായ ആദർശവിശുദ്ധി ഒരു നൂറ്റാണ്ടിൽ നിന്ന് അടുത്തതിലേക്ക് കാലാതീതമായി പ്രവഹിക്കുകയാണ്.